അവന്റെ അപ്പനും അമ്മയ്ക്ക് അവനെ കാണുന്നുണ്ടെങ്കിൽ അവൻ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് കാണണം. അല്ലാതെ എന്തിനാ എല്ലാവരും കൂടെ ഇവിടെ താമസിക്കണത്? 10-15 കൊല്ലം ഇല്ലേ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. എടാ ഇത് നടക്കില്ല. ഇവിടെ താമസിക്കണ പരിപാടി ശരിയാവില്ല. അതാ ഞാൻ പറഞ്ഞുള്ളൂ. കനക 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവൻ്റെ അമ്മയും അച്ഛനെ അവരൊന്ന് കാണാൻ വരുന്നത്. എല്ലാ വൈരാഗ്യം മറന്ന് അവരിവിടെ വരുമ്പോൾ ഇത്രയും സ്വത്തും പണം ഉള്ളോടത്ത് അത് ഉപേക്ഷിച്ച് ഇവളെ കെട്ടി ഇവിടെ ആ കുടിശ്ശിയില താമസിക്കണമെന്ന് അറിഞ്ഞ് അവരുടെ ചങ്ക് പൊട്ടില്ലേ? അവിടത്തേക്കാ സുഖ സൗകര്യത്തോടെ എല്ലാവരും കൂടി ഈ കുടുംബത്തിൽ ഒരുമിച്ചാ ജീവിക്കണമെന്ന് അറിയുമ്പോൾ അവർക്ക് എന്ത് സന്തോഷം ഉണ്ടാവും. അവരത് കണ്ടിട്ട് പോട്ടെ. അങ്ങനെ കണ്ടിട്ട് പോകാൻ വേണ്ടി നാടകം കളിക്കാൻ എനിക്ക് സൗകര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. എടാ ഇത് നാടകം കളിക്കലല്ലോ. ഇതിനെന്താ പത്ര നാടകം കളിക്കല്? അമ്മാവാ ആദ്യം ഇവൻ വന്നു 15 കൊല്ലമായിട്ട് യാതൊരു ഇടപാടുമില്ല. ഇപ്പൊ അത് അച്ഛനും അമ്മയും കൂടി എഴുന്നള്ളാൻ വേണ്ടി അവരിവിടെ താമസിക്കും. ഇനി അവരുടെ പിന്നെ കുടുംബക്കാരും ബന്ധുക്കളും വേറുള്ള ആളുകളൊക്കെ പാടെ കൂടി വരും. എല്ലാരും കൂടെ വരും. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? എല്ലാരും കൂടെ വരും. ഇതപ്പൊ വന്നില്ലേ? തെറ്റ് മാറല്ലേ? എല്ലാരും കൂടെ ചെലവിന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ പൊന്നടാ, നിന്റെ ചെലവിനൊന്നും അല്ല അവര് വരുന്നത്. 10-15 വർഷമായി ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അവര് ഒന്നും വിളിച്ചിട്ടില്ല. നമ്മളും അങ്ങോട്ട് വിളിച്ചില്ല. എന്തായാലും ഒരു കൊച്ചായ സ്ഥിതിക്ക് അവര് ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്തസ്സായിട്ട് അവരെ സ്വീകരിക്കണം. അതാ വേണ്ടിയത്. നിനക്കും ഒന്നങ്ങോട്ട് വിളിക്കാമായിരുന്നല്ലേ? നീ അവളുടെ ആങ്ങളല്ലേ? ഞാൻ വിളിക്കുന്നത് എന്ത്? പിന്നെ ആരാടാ വിളിക്കേണ്ടത്? ഈ വീട്ടിലെ ആണല്ലേടാ നീ? ആ തന്തയുടെയും തള്ളയുടെയും മോനല്ലേ ഇവനല്ലേ കൊച്ചുണ്ടായത്? കല്യാണം അതുപോലുള്ള പ്രേമ കല്യാണങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നില്ലേ? എന്തൊക്കെ ആയാലും ഒരു കൊച്ചുണ്ടായി കഴിയുമ്പോൾ ഈ തന്തയ്ക്കും തള്ളയ്ക്കും ഒരു മനസ്സരിവ് വരും. ഇവർക്കത് വരാത്തത്? എടാ ചിലർ അങ്ങനെ ആയിപ്പോയി. അവരുടെ ആസ്തി എന്താണെന്നാണ് നീ വിചാരിക്കുന്നത്? ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റ്, പിന്നെ എന്തൊക്കെ ഏലം, കുരുമുളക്, എന്തൊക്കെയാ അവരത്. മുട്ടം ബംഗ്ലാവ്. ചിലപ്പോ അവർക്ക് ഒരു മോനുണ്ട്. ചിലപ്പോ അവർക്ക് അങ്ങനെ തോന്നിക്കാണും. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ സന്തോഷത്തോടെ നോക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിറ്റക്കാലം അത് തക്കിളിമോൾക്ക് തങ്കത്തിനുള്ളതല്ലേ? അവരുടെ കുടുംബം രക്ഷപ്പെട്ടോട്ടെ. എന്തിനെന്ന് അവർക്ക് കൊടുത്തോട്ടെ. താമസിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്. എടാ പൈസയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അത് നീ നോക്കണ്ട, ഞങ്ങള് നോക്കിക്കോളാം. നിങ്ങൾ എന്ത് നോക്കും? അല്ല ഇനിയിപ്പോ പൈസയൊക്കെ ചെലവാകുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ. എന്ത് ചെലവ്? ഇവിടെ എന്തായാലും ചെലവ്. ഞാൻ പറയുന്നത് എല്ലാരും കൂടെ കൂടിയിട്ട് അവരുടെ മുമ്പിൽ നാടകം കളിക്കണ്ടെന്നാ പറഞ്ഞത്. അവരുടെ ഒരു നല്ല കാര്യത്തിന് ഒരു സ്വല്പം നേരം നാടകം കളിച്ച എന്താ കുഴപ്പം? അവര് നന്നാവണം അവർക്ക് കണ്ട. എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ പറയണത്. അല്ലപ്പോ ഒരു ദിവസം അവരിവിടെ നിൽക്കണ്ട എന്ന് നീ ഷാട്ടി പിടിച്ച് പറയാൻ എന്താ കാരണം? എന്താണ് അത്ര വാശി? എനിക്ക് ആ ഗ്ലീറ്റസിന്റെ സ്വഭാവം അറിയാം. അതുകൊണ്ട് തന്നെ വേണ്ട മാവാ, അങ്ങനെ ആരും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. എന്റെ ജീവിതം എന്റെ ജീവിതം പോണാതൊന്നുമില്ല. കണ്ടോടാ അവളെ കണ്ണീര് നീ കണ്ടോടാ. ഒന്നല്ലേ ഉള്ളു, 10-15 ഇല്ലല്ലേ. ആ ജീവനെന്ന കാലം അവളിങ്ങനെ കണ്ണീര് പിടിച്ച് കഴിയണമെന്നാണോ നീ പറയുന്നത്? അതെ, നിന്റെ വാശിയും വൈരാഗ്യമൊക്കെ നീ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ ഇപ്പൊ ഈ കുടുംബം നോക്കണത് എന്റെ ചേച്ചിയാ. എന്റെ ചേച്ചി ഇവിടെ എന്ത് തീരുമാനിക്കണതോ അതേ ഇവിടെ നടക്കൂ. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അതാണ് താല്പര്യമെങ്കിൽ പിന്നെ ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അതിൽ കൂടുതൽ ദിവസം അവരിവിടെ നിൽക്കാനൊക്കെ ഉള്ള പരിപാടിയാണെങ്കിൽ ഞാൻ എന്റെ പാട്ടനും പോകും. എന്റെ പൊന്നു മോനെ, അവർ ഒരു ദിവസം ഇവിടെ നിന്നെങ്കിൽ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെ നിൽക്കാനാണ്? അവിടെ കോടികളുടെ സ്വത്തുള്ളവരൊന്ന് വന്ന് കണ്ടുപോകുന്നല്ലാണ്ട് ഈ വീടിന്റെ ഉള്ളിലുണ്ടോ അവരൊരു ദിവസം തികച്ചേക്കണു? വീടാത്. ഇനി നീ കാര്യമൊന്നും വേണ്ട. ഇങ്ങനെ നടക്കണം അല്ലേ? ചെന്ന് അവനോട് പറ എല്ലാം ശരിയായിന്ന്. ഞാൻ വീട്ടിലല്ല, അവര് വരുമ്പോ എല്ലാവരും ഇവിടെ താമസിച്ചെന്ന് ആയിക്കോട്ടെ. ചെല്ലു. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് തന്നെ പൈസ കൊടുക്കും സാർ. തങ്കം, ഒരു വഴക്കില്ല, എല്ലാം അപ്പം മറന്ന്. ഇത്രയും വർഷം നീ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അറിയേ, കാലത്ത് തന്നെ അവന് വിഷമിപ്പിക്കല്ലേ. അവന് ഒരുപാട് തിരക്കുള്ളതല്ലേ. മക്കളെ സുഖമാണോടാ നിനക്ക്?
അളിയാന്റെ ഭാര്യ. എന്നടാ ഇത് അല്ലയോ അണ്ടിപ്പരിപ്പ് പോലിരിക്കണത്? എത്ര വർഷം അമ്മച്ചി കണ്ടിട്ട്. ആ കനക, ദാ അവര് വന്നെടാ, വാ. ദാ, വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇത് ഇവളുടെ അമ്മാവനാ. അത് അമ്മ. ഇത് ആങ്ങളയാ, കനകൻ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതിന് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഇവിടെ വഴി വെച്ച ക്ലീറ്റസ് എന്ന് ചോദിച്ചോണ്ട് 4-5 പേര് വന്നിഞ്ഞ് വളഞ്ഞ്. അല്ല മക്കളെ, നിന്നെ എല്ലാരും ഇവിടെ അറിയോടാ? അവിടെ എല്ലാരും നിന്റെ വഴി പറഞ്ഞു തന്നാടാ. നിന്നെ കുറിച്ച് ചോദിച്ചപ്പോ മക്കൾ അത്ര ഫേമസ് ആണോടാ? പിന്നെ അവൻ ഭയങ്കര ഫേമസ് അല്ലേ? തള്ളുകാരാണമ്മ. അല്ല, കുഞ്ഞിനെ കണ്ടില്ല. നിനക്കൊരു മോളില്ലയോ? കുഞ്ഞെന്തിയാടാ? അവള് സ്കൂളിൽ പോയിരിക്കാൻ പറ്റി. അയ്യോ, അത് എന്നാ പരിപാടിയാടാ? അപ്പച്ചനും അമ്മച്ചും വരുമ്പോ കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടത്. കുഞ്ഞിനെ ഇന്ന് കാണാനോടില്ലയോ അപ്പച്ചനും അമ്മച്ചും? അതുകൊണ്ടാ. പരീക്ഷ നീ പോട്ടെ, കുഞ്ഞ് എഴുതട്ടെ, വൈകിട്ട് വന്നിട്ട് കാണാം. അയ്യോ എന്തിനെങ്കിലും വെളിയിൽ നിന്ന് സംസാരിക്കുന്നത്? അകത്തിരുന്ന് സംസാരിക്കാം. വിളിച്ചോണ്ട് വാ. വരൂ, വരൂ. വാ മക്കളെ. Alien versus Alien.